ഇതാ കയ്യപ്പുറം വെക്കാൻ ഇവിടെ ഇത് വെച്ചിട്ട് ദി സയൻറ്റിഫിക് ജേണി ത്രൂ ഭഗവത്ഗീത ദി ഗ്രേറ്റ്. മാഷ് എനിക്ക് ഇംഗ്ലീഷ് ഡിഗ്രിക്ക് വേണ്ടി സഹായിച്ചു തരുമ്പോൾ മാഷ് പറഞ്ഞതാണ്. എന്താ പറഞ്ഞു, മാഷ് ഏടം കൊണ്ടുപോയിട്ടാലും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന തരത്തിലാണ് മാഷ ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ, ഇംഗ്ലീഷും സംസ്കൃതം എല്ലാം അറിയുന്ന ആർക്കും ചെയ്യാൻ പറ്റില്ല മാഷ. ഇതൊരു നിയോഗം തന്നെയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് ശരിക്കും ആദ്യമേ ഇതിനൊരു ഇതുണ്ടായിരുന്നു. കാരണം തുടക്കം ഉണ്ടായിരുന്നു. കാരണം ഞാൻ SSLC കഴിഞ്ഞാൽ എനിക്ക് +2 ഇതിന് പോകണമെന്നായിരുന്നു, പോളിടെക്നിക്കിൽ പോകാനായിരുന്നു. അപ്പോൾ വീട്ടിലെ സാഹചര്യമൊക്കെ വലിയ പ്രശ്നമായതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. അങ്ങനെ കുറേ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റേഷൻ ഷോപ്പ് പോലെ ജോലിയെല്ലാം ചെയ്ത് ഞാൻ കുറച്ച് വിഷമെല്ലാം തരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പഠിക്കണമെന്ന് തോന്നി. അങ്ങനെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു സംസ്കൃതം വലിയ വണ്ടി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ മാഷെടുത്ത് ഞാൻ പഠിക്കാൻ പോയി. അപ്പോൾ അത് തന്നെ ഒരു തുടക്കമാണ്. മറ്റേ ആ മാഷെടുത്ത് പഠിച്ചതുകൊണ്ടാണ് എന്നെ സംസ്കൃതം പഠിക്കുമ്പോൾ അടിത്തറയോടുകൂടി പഠിക്കണം. ഇപ്പോൾ നമ്മൾ എഴുതുമ്പോഴാണെങ്കിൽ ഇപ്പം പാർവതിയുടെ പര്യായ ഉമാ കാത്യായനി ഗൗരി കാളി ഹൈമവതി ഈശ്വരി ശിവഭവാനി രുദ്രാണി സർവാണി സർവമംഗല അപർണ പാർവതി ദുർഗ മൃഡാനി ചണ്ഡിക അംബിക, ഇത്രയും ഇതുപോലെ സ്വർഗം സ്വരവ്യയം സ്വർഗനാകശാലയ സ്വരലോകോ ദ്യോ ദിവോ ദ്വേ സ്ത്രീയാം ക്ലീബേ ത്രിവിഷ്ടവം. അത് ഇത് ഇങ്ങനെയുള്ള ഇത് അമരകോശത്തിലാണ്. ഇതുപോലെ 4 അധ്യായം മുഴുവനും ബൈഹാർട്ടാക്കി. അതുപോലെ സിദ്ധരൂപങ്ങൾ എന്ന് പറയുന്നത് അത് ശരിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ സംസ്കൃതം കൈകാര്യം ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ എത്ര വലിയ സംസ്കൃതം പ്രൊഫസർമാരുണ്ടെങ്കിലും കൂടി ഈ അടിത്തറ ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത, സ്വന്തമായിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ 1000 വർഷം മുമ്പെയാണ് ശരിക്കും സംസ്കൃതത്തിലൊരു മഹാകാവ്യം ഉണ്ടായത്. അതിനുശേഷം ഞാനാണ് ആദ്യമായിട്ട് സംസ്കൃതത്തിലൊരു മഹാകാവ്യം, മുത്തപ്പനെക്കുറിച്ച് മഹാകാവ്യം എഴുതിയത്. അത് ആ മാഷെടുന്ന് സംസ്കൃതം പഠിച്ചതിൻ്റെ പേരിലും അതൊരു നിയോഗമാണ്. നിയോഗം എന്ന് പറയുന്നത് ശരിക്കുണ്ട്. ഞാൻ പറശ്ശിനിക്കടവിൽ ആദ്യമൊന്നും പോയിട്ടില്ല. ഞാൻ ഒരു സ്വാമി ഉണ്ടായിരുന്നു വയൽക്കുന്നിൻ്റെ മുകളിൽ, അവിടെയേ ഞാൻ പോകുള്ളൂ. അപ്പം പോയി 2ാമത്തെ പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, എനിക്ക് എഴുതാനൊന്നും മുമ്പേ ഉണ്ടായിരുന്നു. ഞാനിങ്ങ് പുറത്തിറങ്ങിയിട്ടും പുഴയും നോക്കിയിരിക്കുമ്പോൾ എനിക്കൊരു ഇത് വന്നു, നീ മുത്തപ്പൻ സംസ്കൃത കാവ്യം എഴുതും. അങ്ങനെ വന്നു, ഒരിത് വന്നു. അതാണ് ഈ മുത്തപ്പൻ സംസ്കൃത കാവ്യം ആരും എഴുതിയിട്ടില്ല, 1000 കൊല്ലത്തിൻ്റെ ഇപ്പുറം മഹാകാവ്യം. അതുപോലെ തന്നെ ഇതുവരെ ലോകത്തിൽ ആരും എല്ലാ ഭഗവത്ഗീതയുടെ ഓരോ ശ്ലോകത്തിനും ഇംഗ്ലീഷ് ആരും ചെയ്തിട്ടില്ല. 10 വർഷത്തെ കഠിന പ്രയത്നം. ഇതിനു വേറെ സ്വാമിയായിട്ട് ശരിക്കും ഇതുണ്ട്. സ്വാമിയോട് ഞാനൊരിക്കൽ പറഞ്ഞു, 2 ഡിഗ്രി എടുത്തു ഞാൻ. സ്വാമി എനിക്ക് PhD വരെ എടുക്കണമെന്നതായിരുന്നു എൻ്റെ മോഹം. എനിക്ക് MA എടുക്കണമെന്നുണ്ട്. ഇംഗ്ലീഷ് എടുക്കാം, മലയാളം എടുക്കാം, സംസ്കൃതം എടുക്കാം. ഞാൻ ഏതാ സ്വാമി എടുക്കേണ്ടത്? നിനക്ക് MA ഒന്നും വേണ്ട, നീ സംസ്കൃതം ഇംഗ്ലീഷും കൂട്ടി പഠി എന്ന് പറഞ്ഞു സ്വാമി. അപ്പോൾ ഞാൻ ഇത് റിട്ടയർ ചെയ്തതിൻ്റെ ശേഷമാണ് തുടങ്ങിയത്. അപ്പോൾ എന്നെ ഒരു പള്ളൂർ സ്കോളർഷിപ്പ് സ്കോളർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിളിച്ചിരുന്നു. പിന്നെ മാതൃഭൂമിയിൽ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള അതായിരുന്നു എനിക്ക് ലക്ഷ്യം. പക്ഷേ രാത്രിയാണ് പോകുന്നത്, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. പിന്നെ സ്വാമി ആ സമയത്ത് സമാധിയായിട്ട് കുറേ കഴിഞ്ഞിരുന്നു. അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, ഞാൻ അവിടെ പോയി ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്. സ്വാമിയെ ഞാൻ സംസാരിക്കാറുണ്ട് ഇപ്പോൾ. അപ്പോൾ സ്വാമി അവിടെ ക്ഷേത്രത്തിൻ്റെ നടയിൽ നമസ്കരിച്ചിട്ട് ഞാൻ പറഞ്ഞു, സ്വാമി
എനിക്ക് മരിക്കുന്നത് വരെ എന്തെങ്കിലും ചെയ്യണം. ഞാൻ എന്താ സ്വാമി ചെയ്യേണ്ടത്? നീ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞതാ, ഒരാളുമില്ല, ക്ഷേത്രത്തിലൊരു സ്ഥലത്തും ഒന്നുമില്ല, ആരോ പറഞ്ഞു നീ ഭഗവത്ഗീത ഇംഗ്ലീഷിൽ ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഒരു തടസ്സവും ഇല്ലാണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അതാണ് ഇതിപ്പോൾ ഇൻ്റർനാഷണൽ റെക്കഗ്നേഷൻ കിട്ടിയാവും. ഇത് പ്രസിദ്ധീകരിച്ചതാണ് ഞാൻ. അല്ല, ഇതിപ്പോൾ ഞാൻ